എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് IFB ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു ബോർഡാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബോർഡ് കൊണ്ട് വന്നത് ഒരു ടെക്നീഷ്യനാണ്. ആ ടെക്നീഷ്യൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാവാത്തത് കൊണ്ട് ഇത് വേറൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു ഇതിൻ്റെ ചോപ്പർ കംപ്ലൈൻ്റ് ആണ്, ചോപ്പർ മാറ്റണമെന്ന് പറഞ്ഞു. ചോപ്പറിന് പകരം പുള്ളി വേറൊരു ബോർഡ് കൊണ്ട് കൊടുത്തു. അതിൻ്റെ സെയിം ചോപ്പർ എടുത്തിട്ടു. എന്നിട്ടും ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെയാണ് ആ ചോപ്പർ ഇരുന്നത്. അപ്പോൾ ഈ ചോപ്പർ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇത് മാറ്റിയിട്ട് ചോപ്പറാണ്. അപ്പോൾ ഈ ചോപ്പർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഇത് വരുന്നത്. നമുക്ക് ഈ ഇതിലൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഈ ചോപ്പറിന് എന്താണ് പ്രശ്നമെന്ന് നോക്കാം. അതിൻ്റെ കണ്ടിന്യൂറ്റി കാര്യങ്ങൾ ഔട്ട്പുട്ട് ഉണ്ടോ ഇല്ലയോ, അത് വേറെ വല്ല വിഷയമാണോ, ഇനി മെയിൻ IC ഓണാകാത്തതാണോ എന്നെല്ലാം നമുക്ക് നോക്കണം. അപ്പോൾ ഇത് ഫുള്ള് ഇളക്കിയിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് എനിക്കിത് കിട്ടുന്നത് തന്നെ. ഇവിടെയാണ് ഇതിൻ്റെ ചോപ്പർ വരുന്നത്. ഇത് നമ്മുടെ സ്വിച്ചിങ് IC. ഇവിടെ വരുന്ന ഈ 2 വയറാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ സപ്ലൈ കൊടുത്തിട്ട് ഇതിനകത്ത് എന്താണ് ഇഷ്യൂ എന്ന് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് സപ്ലൈ ഒക്കെ വരുന്നുണ്ടോ, വേറെ എല്ലാം കംപ്ലൈൻറ്റും ഉണ്ടോ എന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു വയർ സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. പവർ കൊടുക്കാനുള്ള വയർ നമുക്കിവിടെ സോൾവ് ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇത് പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് നമുക്ക് ഇത് ഡയറക്റ്റ് കറണ്ട് കൊടുക്കേണ്ട സീരിയൽ ബൾബിൽ ഒരു സീരിയൽ കണക്ഷനിൽ കൊടുക്കാം. പക്ഷേ ലൈറ്റ് കത്തിയിട്ടൊന്നുമില്ല. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തായിരുന്നു, LED ബ്ലിങ്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ ഓഫായി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് മൾട്ടിമീറ്റർ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ നമുക്ക് വോൾട്ടേജ് മോഡിലോട്ട് മാറ്റിയിട്ട് അത് പ്രൈമറിയിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. പ്രൈമറിയിൽ നമുക്ക് 318 വോൾട്ട് വരുന്നുണ്ട്. സെക്കൻഡറിയിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? സെക്കൻഡറിയിൽ സ്റ്റേബിൾ അല്ലാതെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് 5 വോൾട്ട് ലൈനാണ്. ഇത് 12 വോൾട്ട് ലൈന്. 12 വോൾട്ട് ലൈനിൽ അവിടെ ഫ്ലക്ച്വേഷനായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലക്ച്വേഷനായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഇത് ഓണാവാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഫ്ലക്ച്വേഷനായിട്ട് നിൽക്കുന്നതെന്ന് നോക്കണം. ഈ പ്രൈമറി സൈഡിൽ നമ്മൾ ഈ 318 വോൾട്ട് സ്വിച്ചിങ് സൈഡിലോട്ട് എത്ര വോൾട്ട് വരണമെന്ന് കൊണ്ട് നോക്കാം. അതായത് നമ്മുടെ മെയിൻ സ്വിച്ചിങ് ICയുടെ ഡ്രെയിനിൽ 43. ഇവിടെ വോൾട്ടേജ് പ്രോപ്പറായിട്ട് വരുന്നില്ല. അതിനർത്ഥം ഈ ചോപ്പർ തന്നെയാണ് കംപ്ലൈൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചോപ്പറിൻ്റെ ഒരു ലെഗിൽ 317 ഉണ്ട്. ഡ്രെയിൻ സൈഡ് സ്വിച്ചിങ് ICയുടെ ഡ്രെയിൻ സൈഡിലോട്ട് 45, 77 ഇങ്ങനെ മാറി കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ചോപ്പറിൻ്റെ പ്രൈമറി വൈൻഡിങ്, സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി വൈൻഡിങ് കംപ്ലൈൻ്റ് ആണ്. കറക്റ്റായിട്ട് അത് വോൾട്ടേജ് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ പവർ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാം. മൈക്ക് ഫിൽറ്റർ ക്യാപ്പ് ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവരിട്ടിരിക്കുന്ന ഈ രണ്ടാമത് ഇട്ടെന്ന് പറയുന്നത് സെയിം തന്നെയാണോ എന്നെനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, എന്തായാലും ഇതിൻ്റെ പ്രൈമറി വൈൻഡിങ് കംപ്ലൈൻ്റ് ആണ് ഈ ചോപ്പറിൻ്റെ. നമ്മുടെ കയ്യിൽ ഈ ചോപ്പറൊന്നും ഇല്ല. ഈ ചോപ്പറൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇത് വൈൻഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാലും ഒരു പണിയാണ്. അപ്പോൾ നമുക്കവിടെ വേറെ എന്തെങ്കിലും ഒരു പവർ സപ്ലൈ കൊടുക്കേണ്ടി വരും. ഈ ഒരു ടൈപ്പിൽ ഈ ഒരു പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 12 വോൾട്ടും 5 വോൾട്ടും. ഈ 12 വോൾട്ടും 5 വോൾട്ടും വന്നാൽ മാത്രമേ, അത് മാത്രമല്ല ഇതിൻ്റെ സീറോ ക്രോസ് വോൾട്ടേജും കൂടെ പ്രോസസ്സറിൽ വന്നാലേ ഈ ഒരു ബോർഡ് ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക്
എന്താ ചെയ്യുക, ഇതിന് പകരം വേറൊരു പവർ സപ്ലൈ, അഡീഷണൽ പവർ സപ്ലൈ കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചോപ്പറും ഈ സ്വിച്ചിങ് ഐസിയും ഇവിടെ നിന്ന് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഇത് രണ്ടും നമുക്ക് ഊരിയെടുത്തിട്ട് ഇതിനകത്ത് വേറെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഡി വി ഡിയുടെ പവർ സപ്ലൈ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് 5 വോൾട്ടും 12 വോൾട്ടും ഉണ്ടാവും. ഇതേപോലെ ഒരു പവർ സപ്ലൈ. ഈ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +5 വോൾട്ട്, -12 വോൾട്ട്, +12 വോൾട്ട്. നമുക്കിതിനകത്ത് നിന്ന് +12 വോൾട്ടും +5 വോൾട്ടും മതിയാവും. ഇങ്ങനെ ഒരു പവർ സപ്ലൈ ഇതിൽ കൊടുത്ത് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ഈ ഒരു ചോപ്പറും ഈ സ്വിച്ചിങ് ഐ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചോപ്പർ ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ചോപ്പർ ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ ഐസിയും കൂടെ ഇതിനകത്തുനിന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ നിന്ന് സ്വിച്ചിങ് ഐസിയും ചോപ്പറും ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പവർ സപ്ലൈ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോർഡ് കണക്ഷൻ കൊടുക്കാൻ നമുക്ക് 5 വയർ ആവശ്യമുണ്ട്. 5 വയർ വേണം. ഇവിടെ ഒരു കണക്ഷൻ ഇവിടെ കൊടുക്കുക. ഇവിടെ ഒരു കണക്ഷൻ, സപ്ലൈ വയർ മെയിൻ 220 വോൾട്ടിൻ്റെ സപ്ലൈ വയർ കണക്ഷൻ ഇവിടെ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പന്ത്രണ്ട് വോൾട്ട് എന്ന് പറയുന്നത് ഈ അറ്റത്താണ്. 12 വോൾട്ടിൻ്റെ കണക്ഷൻ ഇവിടെ. ഇത് 5 വോൾട്ട് ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഡ് വയർ 12 വോൾട്ടിൽ കൊടുക്കുക. ഓക്കെ, ബ്ലാക്ക് വയർ ഗ്രൗണ്ട് ചെയ്യുക. പിന്നുള്ളത് 5 വോൾട്ട് ബ്ലൂ കളർ വയർ 5 വോൾട്ട്. ഇത്രയും 5 വയർ നമ്മൾ ഇതിനകത്തുനിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ആദ്യം. എന്നിട്ട് വയർ ഇതൊരു സേഫായിട്ടുള്ള ഒരിടത്തോട്ട് മാറ്റി വെച്ചിട്ട് ഈ വയർ ഇത്രയും ഈ ബോർഡിൽ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ആദ്യം അവിടെ കണക്ഷൻ കൊടുക്കാനുള്ളടുത്ത് ആദ്യം ഒന്ന് സോൾഡർ ചെയ്തേക്കാം. ഇത് 12 വോൾട്ട്, ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ 5 വോൾട്ട്, ഇവിടെ നമ്മുടെ മെയിൻ 220 വോൾട്ട്. ൽ യെല്ലോയും ഗ്രീനും 220 കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളർ വയർ 5 വോൾട്ട്. ഇനി ഇത് റെഡ് കളർ 12 വോൾട്ട്. ഇപ്പോൾ വയർ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ എല്ലാം കൃത്യമായിട്ട് തന്നെ ഓണായിട്ടുണ്ട്. ഈ ഒരു പവർ സപ്ലൈ കൊടുത്താണ് നമ്മളിത്
ഓൺ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് എടുത്തിട്ടുള്ള 5 വോൾട്ടും 12 വോൾട്ടും. അപ്പോൾ ഇതേ കണക്ക് നമുക്ക് ചോപ്പർ കിട്ടാൻ വരുന്നിടത്തെല്ലാം നമുക്ക് ഇതേ കണക്കുള്ള ഒരു പവർ സപ്ലൈ, ഇത് നമ്മുടെ DVD പ്ലെയറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പവർ സപ്ലൈ ആണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് പവർ സപ്ലൈ ആണ്. ഇത് നമുക്ക് മിക്ക ഇലക്ട്രോണിക്സ് കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഇനി വയറൊക്കെ കറക്റ്റ് കേബിൾ മാനേജ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. അതിന് ഈ രീതിയിലല്ല ഇത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു പവർ സപ്ലൈ നമ്മൾ ഇതേണക്കൊരു കവറിനകത്ത് ഒരു പാക്കറ്റിനകത്താക്കിയിട്ട് സീൽ ചെയ്ത് നമുക്ക് മാറ്റിയിടാം. ഈ വയറിന് നമുക്കൊരു ഇതിപ്പോൾ 1/2 മീറ്റർ ഉണ്ട്, 15 സെൻറ്റിമീറ്ററിലാണ് ഈ വയർ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുന്ന സമയത്ത് 15 സെൻറ്റിമീറ്റർ വയർ നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പവർ സപ്ലൈ ഈ ടെക്നീഷ്യന് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത്രയും നീളത്തിന് ഈ വയർ ഇട്ടിരിക്കുന്നത്. വയർ മൊത്തം നമ്മൾ ഇൻസുലേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിനകത്ത് മൊത്തം ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്യണം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വർക്കിംഗ് കണ്ടീഷൻ ബോർഡാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.